Yes, numerical answer type question. Continues question number 11. A solid glass sphere of refractive index n is equal to root 3. N is equal to root 3. And radius r contains a spherical air cavity of radius r by 2. അപ്പോൾ മൊത്തം സ്ഫിയർ അതിൻ്റെ റേഡിയസ് ആറാണ്, അതിന് ഇൻസൈഡിൽ ഒരു ക്യാവിറ്റി, അതിൻ്റെ റേഡിയസ് ആർ ബൈ 2. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെവിടെ സ്ഥലം? ഇത് സെൻറ്റർ ഓഫ് ദ ഗ്ലാസ് സ്ഫിയർ ആണ്. യെസ്, a very thin glass layer is present at the point O so that air cavity refractness 1 remains inside the glass sphere. അതായത് ഇവിടെ ചെറിയൊരു നേരോ ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ക്യാവിറ്റി 100% ഇൻസൈഡ് ദ സ്ഫിയർ ആണെന്ന് പറഞ്ഞത്. ഒരു നേരോ തിൻ ലെയർ, നേരെ എയറുമായിട്ട് കോണ്ടാക്റ്റിലല്ല. ഇത് എയർ ആണ്, ഇവിടെയും എയർ ആണ്, അത് ഡിറക്റ്റ് കോണ്ടാക്റ്റ് അല്ല. ഇവിടെ ഒരു തിൻ ഗ്ലാസ് ലെയർ ഉണ്ട്. An unpolarized unidirectional monochromatic light source S emits a light ray from a point inside the glass sphere towards the periphery of the glass sphere. എന്ന് വെച്ചാൽ ഇവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്, ഇവിടുന്ന് ലൈറ്റ് വരുന്നു, ലൈറ്റ് അത് ഇവിടെ പെരിഫറിയിൽ ഇൻസിഡന്റ് ചെയ്യുന്നു. ഈ വരച്ചത് നോർമലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നോർമലിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ എവിടെ എത്തും? ഈ പോയിന്റിലേക്ക് തന്നെയാണ് എത്തുക അല്ലേ? കാരണം നോർമൽ എന്ന് പറയുമ്പോൾ സ്ഫിയറിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യണം. എന്നിട്ട് ഇതിന് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നു. ഇഫ് ദ ലൈറ്റ് റേ ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ പോയിന്റ് O, എന്ന് വെച്ചാൽ ഇവിടെ തട്ടിയിട്ട് ഇതിപ്പോൾ സപ്പോസ് ഇങ്ങോട്ട് വന്ന് ദെൻ അത് എന്ത് സംഭവിക്കുന്നു? അത് ഇങ്ങോട്ട് വന്ന് അത് ഇങ്ങോട്ടെത്തി ഇവിടുന്ന് ഓയിൽ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇഫ് ദ ലൈറ്റ് റേ ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ പോയിന്റ് O ആൻഡ് ഈസ് ഫുള്ളി പോളറൈസ്ഡ്, ഇവിടുന്ന് ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണ്, ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് ദ ഇന്നർ സർഫസ് ഓഫ് ദ ഗ്ലാസ് സ്ഫിയർ ഈസ് തീറ്റ. ഈ ആംഗിൾ തീറ്റയാണ്. ദ വാല്യൂ ഓഫ് സൈൻ തീറ്റയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് റേ ഒപ്റ്റിക്സിന്റെയും പോളറൈസേഷന്റെയും കൂടെ ഒരു ബ്ലെൻഡ് ആണ് ക്വസ്റ്റ്യൻ അല്ലേ? റേ ഒപ്റ്റിക്സ് ഈസ് അതർവൈസ് കോൾഡ് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് യുനോ. അപ്പോൾ ജോമെട്രി വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാൻ. അതോടൊപ്പം തന്നെ നമുക്ക് പോളറൈസേഷൻ വരുന്നുണ്ട്. അപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ലോ തീർച്ചയായിട്ടും അവിടെ ഒരു റോൾ എടുക്കും. കാരണം ഇത് റെയറർ മീഡിയ ആണ്, ഇത് ഡെൻസർ മീഡിയ ആണ്. അപ്പോൾ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം എയർന്ന് ഗ്ലാസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അത് പോളറൈസ്ഡ് ലൈറ്റ് ആണെന്ന് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ പോളറൈസിങ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഡയഗ്രാം വരക്കണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലൈറ്റ് ഇതാ ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നു, ഇവിടുന്ന് ലൈറ്റ് സപ്പോസ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇതാ ഇവിടേക്ക് എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഇതാ ഇങ്ങോട്ട് വന്നു, അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇതാ ഇവിടേക്ക് എത്തി. ഡെൻസർ ടു ഇത് ഡെൻസർ മീഡിയ ആണ്, ഇത് റെയറർ ആണ്. ഡെൻസർ ടു റെയറാണ് വരുന്നത്. അപ്പോൾ എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇയാളാണ് എന്ത്? പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആണ്. നമുക്ക് ജോമെട്രി വരച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നോക്കാം നമുക്ക്. യെസ്, ഇത് കറക്റ്റ് ഡയഗ്രാം തന്നെയാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഇൻസിഡന്റ് ലൈറ്റ്, ഇത് നോർമലാണ്. ഈ നോർമലിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം തന്നെ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. നോർമലിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ സെൻറ്ററിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റേഡിയസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ക്യാപിറ്റൽ R ആണ്. അതുപോലെ തന്നെ ഇത് R/2 ആണ്. ദിസ് ഈസ് R/2. ഞാൻ നേരെ വെർട്ടിക്കലായിട്ട് ഡയമീറ്റർ ആണ് വരച്ചിട്ടുള്ളത്. ഇവിടെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോയിന്റ് O ഉള്ളത്. ദിസ് ഈസ് പോയിന്റ് O. റെഡി? ഓക്കെ, നൗ നമുക്ക് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ഈ പോയിന്റിൽ തട്ടി ലൈറ്റ് ഇതാ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ആദ്യം വരക്കാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റ് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തു, സപ്പോസ് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. നൗ ദിസ് റേ വിൽ ബി റിഫ്ലക്റ്റഡ് ലൈക്ക് ദിസ്. അത് അവിടുന്ന് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു ലൈക്ക് ദിസ്, ഇവിടേക്ക് റിഫ്ലക്റ്റ് ചെയ്തു. എന്നിട്ട് അത് ഓയിലേക്ക് വരുന്നു ലൈക്ക് ദിസ്. സപ്പോസ് ഓയിലേക്ക് വന്നു, ഓയിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ റിഫ്ലക്റ്റഡ് റേ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ദിസ് ഈസ് പോളറൈസ്ഡ്. അപ്പോൾ ഇത് പോളറൈസ്ഡ് ആണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എഴുതി തുടങ്ങാം. ഇത് പോളറൈസ്ഡ് ആണെങ്കിൽ ഇതാരാ? ഇത്
തീറ്റ ബി ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. അപ്പോൾ ഇതാരാ? ഇത് തീറ്റ ബി ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. അപ്പോൾ ആ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ നമ്മൾ കണ്ടെത്തണം. തീറ്റ ബി ഈക്വൽ ടു എത്രയാണെന്ന് കണ്ടെത്താം. അത് കണ്ടെത്തൽ ഭയങ്കര ഈസിയാണ്, കാരണം നമുക്ക് ബ്രൂസ്റ്റേഴ്സ് ലോ നമ്മുടെ കയ്യിലുണ്ട്. ആ ബ്രൂസ്റ്റേഴ്സ് ലോ, കാരണം ഇവിടെ എയർ ആണ്, ഇത് മീഡിയം, ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് √3. ദെർഫോർ കാരണം ഇവിടെ തട്ടിയിട്ട്, കാരണം ഈ മീഡിയം തന്നെയാണല്ലോ ഈ ലെയറിലും ഉള്ളത്, ഈ ലെയറിൽ തിൻ ലെയർ ഓഫ് ഗ്ലാസ് എന്നല്ലേ പറഞ്ഞത്. ദെർഫോർ ടാൻ തീറ്റ ബി ഈക്വൽ ടു n ആണ്. n ഈസ് √3. ദെർഫോർ തീറ്റ ബി നമുക്ക് അവിടുന്ന് തന്നെ കിട്ടി. തീറ്റ ബി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. തീറ്റ ബി 60 ഡിഗ്രി, അത് നമുക്ക് ഇപ്പം തന്നെ അവിടെ കൊടുക്കാം. ദാറ്റ് ഈസ് 60 ഡിഗ്രി. അത് 60 ഡിഗ്രിയാണ്. ഓക്കെ, 60 ഡിഗ്രി ക്ലിയർ അല്ലേ? 60 ഡിഗ്രി. ഇനി നോക്കൂ, നമുക്ക് ഇവിടെ നോർമൽ വരക്കാം. ദിസ് ഈസ് ദ നോർമൽ. ഇവിടുത്തെ നോർമലാണ് നോർമൽ. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജോമെട്രി നോക്കിയിട്ട് ഇത് റേഡിയസ്, ഇതും റേഡിയസ്, ഇതുവരെ റേഡിയസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് ആംഗിൾ 60 ആണെന്നുള്ളത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 60. ദിസ് ഈസ് ആൾസോ 60 ഡിഗ്രി. ഇത് 60 ആണ്. അത് 60 കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതും 60. ദിസ് ഈസ് ആൾസോ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടെത്താം. ആ ആംഗിൾ ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഈ മീഡിയത്തിലും സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യാം? ഇവിടെ ഗ്ലാസിൻ്റെ ഉള്ളിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3. √3 ലെറ്റ് ഇറ്റ് ബി തീറ്റ അല്ല, ഇതേതാണ് ആ ആംഗിൾ എന്താണുള്ളത്, ഞാൻ I എന്ന് കൊടുക്കുകയാണ്. √3 sin I, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻസൈഡിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ 1 × sin 60. Therefore, sin I equal to sin 60 √3/2 into 1/√3, or I equal to 30 degree. ആ ആംഗിളും സോൾഡ്. അപ്പോൾ ദിസ് ഈസ് 30 ഡിഗ്രി. 30 ഡിഗ്രി, യെസ്. അത് 30 എന്ന് കിട്ടി. അത് 30 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്, കാരണം നമുക്ക് തീറ്റയിലേക്ക് എത്തണം, തീറ്റയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതിന് ഈ ഒരു ആംഗിൾ ഇതാ, ഈ ഒരു നോർമലും കൂടി ഞാൻ വരയ്ക്കുകയാണ്. ദിസ് നോർമൽ, സി ദിസ്. ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദിസ് ഈസ് ആൾസോ തീറ്റ. ഇത് തീറ്റയാണ്, നോ കൺഫ്യൂഷൻ. ഇത് തീറ്റ ഉള്ളതിൽ കൺഫ്യൂഷൻ ഇല്ല. നോക്കൂ, ദിസ് ഈസ് റേഡിയസ്, ദിസ് ഈസ് റേഡിയസ്. അപ്പോൾ ഇതും ആരാണ്? ഇതും തീറ്റ. അപ്പോൾ ഇതാരാണ്? ഇതും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതും തീറ്റ. അത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത്രയും കിട്ടി. ഞാൻ ഇതുകൂടെ ജോയിൻ ചെയ്യാണ്. ഇങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, നൗ ദിസ് ഈസ് r/2. ദിസ് വൺ ഈസ് r/2 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. r/2. ഇവിടെ ഇത് 60 ആണെങ്കിൽ ഇതെത്ര? ഇത് 120. ദിസ് ആംഗിൾ ഈസ് 120 ഡിഗ്രി. നോക്കടാ, ഇത് r/2, ഇത് r/2. റെഡി? അങ്ങനെയാണെങ്കിൽ ഇത് 120 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും എന്താണ്? 30 ഈച്ച് ആയിരിക്കണം. 30 ഈച്ച്. ദിസ് ഈസ് 30 ഡിഗ്രി. ജോമെട്രി 30 ഡിഗ്രി. ഇനി എനിക്കൊരൊറ്റ കാര്യം കൂടി കിട്ടിയാൽ മതി. അതെന്താ അറിയോ? ഈ ലെങ്ത് എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം കഴിഞ്ഞു. ഈ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ തീറ്റയിലേക്ക് എത്താനുള്ള വഴിയുണ്ട്. കാരണം എനിക്ക് സൈൻ റൂൾ അപ്ലൈ ചെയ്യാം. എനിക്ക് സൈൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ തീറ്റയിലേക്ക് അപ്രോച്ച് ചെയ്യാം. അതിനെനിക്ക് ഈ ലെങ്ത് വേണം. അപ്പോൾ ഈ ലെങ്ത് കണ്ടെത്താൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ ഈ r/2 നമുക്ക് ഓൾറെഡി അറിയാം, ഇത് 30 എന്നറിയാം. അപ്പോൾ ഇതാരാ? ഇത് ഇത്രയും ലെങ്ത് ആരായിരിക്കും? ഈ ലെങ്ത്, ദിസ് ലെങ്ത് ഈസ് r/2 cos 30. അതുപോലെ തന്നെ ഈ ലെങ്ത് എന്താണ്? കാരണം ഇതും r/2 ആണ്. അപ്പോൾ ഇതാരാ? ഇത് r/2 cos 30. അപ്പോൾ ഇതിൻ്റെ മൊത്തം ലെങ്ത് എത്രയാണ്? 2r/2 cos 30. 2r/2 cos 30. അപ്പോൾ അത് ഒരു കാര്യം ചെയ്യാം, നമുക്കവിടെ ഈ പോയിന്റിന് ഞാനിവിടെ എ എന്നും
ഈ പോയിന്റിന് ഞാൻ ബി എന്ന് മാർക്ക് ചെയ്യാൻ പോവാം. ലെറ്റ് ഇറ്റ് ബി ബി. ദർഫോർ വാട്ട് ഐ ക്യാൻ റൈറ്റ് ഈസ് എ ബി ഈക്വൽ ടു r/2 cos 30 plus r/2 cos 30. Okay, that is equal to 2r/2. അപ്പോൾ 2 കട്ട് ചെയ്തു. r ഇൻറ്റു കോസ് 30 എത്രയാണ്? √3/2. യാ, ദർഫോർ ഇത് √3/2 എന്ന് മനസ്സിലായി. √3/2 ഞാനത് അവിടെ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് √3/2 r. √3/2 r ആണത്. √3/2 r. യെസ്. ഇനി എനിക്കുള്ളത് നോക്കിക്കോളൂ. ഇനി ചെയ്യാനുള്ളത് ഈ ആംഗിൾ തീറ്റ കിട്ടിക്കഴിഞ്ഞു. ഇത് ആറാണെന്ന് പറയാം. യാ, ഇത് റേഡിയസ് ആറല്ലേ? ഇത് റേഡിയസ് ആറാണ്. യെസ്. ഓ, ഇനഫ്, അത്ര മതി. കാരണം ഈ തീറ്റ ഉണ്ട്, ഈ ആറുണ്ട്, ഇയാളുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ √3/2 r ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു r ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇവിടുത്തെ ഒരു ആംഗിളും കൂടെ കിട്ടണം. ഈ ആംഗിൾ കിട്ടണം. അതിനാ ഇത് സ്ട്രൈറ്റ് ലൈനാണ്. ഇത് 30, ഇത് 30. അപ്പോൾ ഈ മൊത്തം ആംഗിൾ എത്രയാണ്? ഈ മൊത്തം ആംഗിൾ 120. ദിസ് ഈസ് 120. ഇപ്പോൾ ഫുള്ളായല്ലോ. ലെറ്റ് മീ ചേഞ്ച് ദ കളർ. യാ, ഈ ആംഗിൾ ദിസ് ഈസ് 120 ഡിഗ്രി. യെസ്. ഇനി അവിടെ സൈൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. അതേതാ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ. അതായത് ഫ്രം ട്രയാങ്കിൾ എ സി ബി എടുക്കുക. എ സി ബി എന്ന് ഞാൻ കൊടുക്കുന്നു. r ഡിവൈഡഡ് ബൈ സൈൻ 120 that is equal to this one, that is √3/2 r divided by sin theta. Okay, sin theta യിലേക്ക് എത്തി കേട്ടോ. sin theta യിലേക്ക് എത്തി. r കട്ട് ചെയ്തു. നൗ sin theta ആണ് അല്ലേ? sin theta അല്ലേ ക്വസ്റ്റ്യൻ? യാ, sin theta equal to dash. sin theta യിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. Therefore this implies sin theta is equal to √3/2 sin 120. Therefore sin theta is equal to √3/2 into sin 120 is sin 60 ആണ്. That is equal to √3/2. That is equal to 3/4. അപ്പോൾ ഫ്രാക്ഷന് നമുക്ക് 0.75 is the right answer. 0.75 is the final answer. 0.75. That's it.